സുവിശേഷ പുസ്തകങ്ങൾ 4, മത്തായിയും മർക്കോസും ലൂക്കോസും യോഹന്നാനും. മത്തായി യേശുവിലെ രാജത്വവും, മർക്കോസ് യേശുവിലെ ദാസനെയും, ലൂക്കോസ് യേശുവിലെ മനുഷ്യനെയും, യോഹന്നാൻ യേശുവിലെ ദൈവത്തെയും. അങ്ങനെ വളരെ ഗൗരവമായ രീതിയിൽ യേശു കർത്താവിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ആഴമായ അപഗ്രഥനം ആ ഭാഗങ്ങളിലുണ്ട്. ശ്രദ്ധിച്ചിരുന്നാട്ടെ. ശേഷമായി പുസ്തകത്തിലെ പുതുനിയമത്തിലെ ഏക ചരിത്ര പുസ്തകം അപ്പോസ്തല പ്രവൃത്തി, പിന്നെ 21 ലേഖനങ്ങൾ, പിന്നെ ദൈവമക്കളുടെ ദൈവസഭയുടെ ഭാവികാല പ്രതീക്ഷ അല്ലെങ്കിൽ പ്രത്യാശ. ഈ ലേഖനങ്ങൾ സുവിശേഷത്തിന്റെ കൂട്ടത്തിൽ അതീവ ഗൗരവമുള്ള ഒരു സുവിശേഷമാണ് മർക്കോസിന്റെ സുവിശേഷം. പ്രത്യേകിച്ച് മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ 2-3 സംഭവങ്ങൾ മർക്കോസ് എടുത്തിടുകയാണ്. ഒന്ന്, 6000 ദുരാത്മാവിനാൽ പിടിക്കപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ. 2, 12 വർഷമായി ചോര നഷ്ടപ്പെടുന്ന രക്തം നഷ്ടപ്പെടുന്ന മരണത്തെ മൂക്കിടിച്ചു നിൽക്കുന്ന പാവം ഒരു സ്ത്രീയുടെ ചരിത്രം. 3-മത്തേത്, സ്വന്തം കുഞ്ഞിന്റെ വേർപാടിൽ അലമുറയിട്ട് കരയുന്ന ഒരു വീട്, പള്ളി പ്രമാണിയുടെ വീട്. എന്നാൽ 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ വളരെ ഗൗരവമായിട്ട് കയറുകയാണ്. സമയം വളരെ കുറവേ ഉള്ളൂ. നാളെ എനിക്ക് ഒത്തിരി ദൂരം യാത്ര ചെയ്യണം. കേരളത്തിന്റെ ബോർഡറിൽ ചെന്നിട്ട് വേണം നാളെ രാത്രി എനിക്ക് പ്രസംഗിക്കാൻ. നാളത്തെ കഴിഞ്ഞ് ഞങ്ങളുടെ സഭയുടെ കൺവെൻഷൻ തുടങ്ങുകയാണ്. ഈ രാത്രി കൺവെൻഷൻ എല്ലാത്തിനും പൊക്കൊണ്ടിരുന്നതാണ് ചർച്ചിന്റെ കൺവെൻഷന് വേണ്ടി ഈ ഓടിക്കൊണ്ടുവരിക്കുന്നത്. അതിന്റെ ഒരു വെപ്രാളവും അതിന്റെ ഒരു മരവിപ്പും ഒക്കെ എൻ്റെ മനസ്സിനകത്തുണ്ട്. പന്തൽ വലുതായ കുഴപ്പം, പന്തൽ ചെറുതായ കുഴപ്പം, സൗണ്ട് സിസ്റ്റം ശരിയായില്ലേ കുഴപ്പം, പാട്ടുകാര് പാടിയ കുഴപ്പം, പാടി ഇല്ലേ കുഴപ്പം, മഴക്കാർ ആകാശത്ത് കയറിയാൽ ചുമ്മാ പറയുന്നത് ദൈവത്തിന്റെ ഹിതമല്ലായിരുന്നു എന്ന് നിന്നോട് ഏത് പൊട്ടനാ പറഞ്ഞു. മഴ മാറിയിട്ട് കെട്ടിത്തൂങ്ങാൻ ആരും ചിന്തിക്കുന്നില്ലല്ലോ. മഴ മാറി ഇന്ന് വേഷം കഴിക്കുന്നില്ല, എന്നാ മഴക്കാറുണ്ട്, ആരെങ്കിലും പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? അപ്പൊ കെട്ടിത്തൂങ്ങാനും വേഷം കഴിക്കാനും മഴ പ്രശ്നമല്ലെങ്കിൽ സുവിശേഷ യോഗത്തിന് ഇതൊന്നും പ്രശ്നമല്ല. ഇതിന്റെയൊക്കെ ഇടയ്ക്കൂടെ അതിന് ശത്രു ബാധിക്കുന്ന ചില അനുഭവങ്ങൾ. മഴമേഘങ്ങളെ വിട്ട് ചുങ്കത്ത് ഞങ്ങൾക്കെതിരെ പോരാടാൻ നോക്കി ചുമ്മാതെ. ഇനി അങ്ങോട്ടുള്ള കാലമൊക്കെ ഇതൊക്കെ ഇങ്ങനെയൊക്കെയാ. അനിച്ചിരി പന്തലും ഒക്കെ ഇട്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ പാടിയും പ്രാർത്ഥിച്ചും ഒക്കെ കൊണ്ട് പോകണം. നിങ്ങൾ സന്തോഷമായിട്ടാണോ ഇരിക്കുന്നത്? ആമേ, ഹല്ലേലൂയ, ആമേ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഈ ഭാഗത്തിന്റെ ഗൗരവത്തിലേക്ക് കയറുക. ദയവായിട്ട് എൻ്റെ പ്രസംഗ വിഷയം യേശുവാണ്. ഇച്ചൂടെ കയറ്റി പറയാം, ക്രൂശാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഏറിയ കാലങ്ങളായി ഒരുപക്ഷെ നമ്മുടെ വേദിയിൽ നിന്ന് പടിയടച്ച് പുറത്താക്കിയ പ്രസംഗങ്ങൾ കൊണ്ടാണ് ഞാൻ ഈ ഓടുന്നതല്ല. കാരണം മറ്റൊരു തെല്ലും രക്ഷയില്ലാത്തത് കൊണ്ട്. ആമേൻ. മാനസാന്തര പ്രസംഗം ഒരുപക്ഷെ കേട്ടിട്ട് നാളുകളേറെ അയക്കണം. വീണ്ടും ജന്മമെന്ന വാക്ക് പോലും ഉപയോഗിച്ച് നാം മരവിച്ചു പോയിട്ടുണ്ടാകും. പക്ഷേ ഒരു രാത്രിയിൽ ഒരു മനുഷ്യൻ യേശുവിന്റെ അടുക്കൽ ചെന്നു. പേര് നിക്കോദേമോസ്, പള്ളിപ്രമാണിയാണ്. ചെന്നത് രാത്രിയില്ല. അപ്പൊ അതിന്റെ അർത്ഥം തന്നെ എല്ലാ കാലത്തും സാമൂഹിക പ്രശ്നങ്ങളുണ്ട്. എല്ലാ കാലത്തും, അത് ഇന്നൊന്നും തുടങ്ങിയതൊന്നുമല്ല, എല്ലാ കാലത്തും ഉള്ളതാണ് ഈ പ്രശ്നം. വെളിച്ചത്തിൽ യേശുവിന്റെ ചെല്ലു പറഞ്ഞ് കേട്ടിട്ടില്ലേ? പന്തലിൽ ആരെങ്കിലും വന്നിരുന്ന പിന്നെ സംഘാടകര് അവർക്ക് സമാധാനം കൊടുക്കാണ്. എഴുന്നേറ്റാട്ടെ, മുമ്പോട്ട് കയറിയിരുന്നാട്ടെ, ആ വന്ന് ഇരുട്ടത്തിരിക്കുന്നവൻ അറിയാം അവന്റെ കട്ടപ്പാട്. നമ്മൾ പറയാം. എന്നിട്ട് നമ്മൾ പറഞ്ഞ അനുസരിച്ചില്ലേ പിന്നെ ഞങ്ങളുടെ പാസ്റ്റർമാർക്ക് അവിടെ ദേഷ്യം കയറും. അവർ പറഞ്ഞ മത്സരം ആഭിചാര ദോഷമാണ്, ശാഠ്യം മിഥ്യാപൂജയാണ്, അനുസരണമാണ്, യാഗം ഇല്ലേ, യോഗം ഇല്ലെന്നൊക്കെ പറഞ്ഞ് അരിച്ചു പൊത്തിയ പാവങ്ങളെ പ്രാകും. ഇനി ഞാൻ ഒരു കാര്യം, കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്റർ പറഞ്ഞ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ 6:30 യോഗത്തിന് വരുന്ന ഒരാളും 8 മണിക്ക് യോഗത്തിന് വരുന്ന ഒരാളും ഉണ്ട്. ഈ 6:30 വരുന്നവൻ യോഗത്തിന് നേരത്തെ വന്നിട്ട് അവൻ ഏറ്റവും സേഫ് ആയിട്ട് ഒരു കസേര പിടിച്ചാതെ ഇരിക്കുന്നത്. ഞാൻ ഈ ലേറ്റ് ആയിട്ട് വന്ന ഈ വണ്ടിക്ക് വേണ്ടി എന്തിനാ ഈ 6:30-കാരനെ എഴുന്നേൽപ്പിക്കുന്നത്? അത് സത്യത്തിൽ ഭയങ്കര അന്യായമല്ലേ അവരോട് ചെയ്യുന്നത്? നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഫ്രണ്ട്സ്, ഇതൊന്നും വെട്ടിയിടരുത് കേട്ടോ, ഞാൻ പറഞ്ഞേക്കാം. അവനീന്റെ പുറകെ നിപ്പുണ്ട്, വെട്ടിയിടും ചിലപ്പോ. പോട്ടെ. ഞാൻ അവരുടെ ടീമിന്റെ കൺവെൻഷന് ധാരാളം പ്രസംഗിക്കുന്ന ആമേൻ, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ടീം അവർക്കുണ്ട്. പോട്ടെ. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം. ഈ 2-ാം അധ്യായത്തിന്റെ പ്രിന്റ് ഔട്ട്, എക്സ്റേ എടുത്താൽ തെളിയാത്തത് സ്കാനിങ്ങിൽ CT സ്കാൻ എടുക്കുമ്പോൾ, അതുപോലെ 2-ാം അധ്യായത്തെ എന്നോട് കൂടെ പറയണേ, ഞാൻ പെട്ടെന്ന് പറഞ്ഞു നിർത്താം. വണ്ടി BMW ആണെങ്കിലും ബ്രേക്കില്ലേ, കൊള്ളുകയല്ലോ, ഞാൻ കറക്റ്റ് സമയത്ത് നിർത്തും.
നിർത്തുമേ, ഒന്നും വലിച്ചുകൊണ്ട് പോവുക, നിങ്ങൾ പേടിക്കുകയും വേണ്ട. ഹല്ലേലൂയ. പാസ്റ്ററിനോട് 9:15 പറഞ്ഞിരിക്കുന്നത്. ഞാൻ 9:05 കഴിയുമ്പോൾ ചവിട്ടാൻ തുടങ്ങും, 9:10 നിൽക്കുകയും ചെയ്യും. നിങ്ങൾ കണ്ടിട്ടില്ലേ നമ്മുടെ സഹോദരിമാർ ആക്റ്റീവേ പോകുമ്പോൾ കാല് താഴോട്ട് വരുന്നുണ്ടെങ്കിൽ ഓർത്തോണം അടുത്ത 1 കിലോമീറ്ററിനകത്ത് എവിടെയോ ഇത് നിർത്താൻ പോവുക. കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെ ആ 2-ാം അധ്യായത്തിന്റെ പ്രിന്റ് ഔട്ട്. 1 കഫർനഹൂം എന്ന പേരുള്ള ഒരു പട്ടണം. എന്നെ കേൾക്കുന്നുണ്ടോ നിങ്ങൾ? 1 ഒരു സിറ്റി. എന്താ പേര്? കഫർനഹൂം. എന്താ രണ്ടാമത്തത്? ഒരു പക്ഷപാതക്കാരൻ, ജീവിതത്തിന്റെ സ്വപ്നങ്ങൾ തുരുമ്പടിച്ചു പോയ, ആർക്കും സഹായിക്കാൻ കഴിയാത്ത, ഒരു ചുവട്ടടി നടക്കാൻ കഴിയാത്ത, അവൻ ജീവിതത്തിന്റെ എല്ലാ ലക്ഷ്യങ്ങളും മറന്നുപോയ, മരവിച്ചുപോയ, ഇരുണ്ടുപോയ അവൻ ഒരു പാവം മനുഷ്യൻ. അവൻ അതാണ് രണ്ടാമത്തെ പ്രിന്റ് ഔട്ട്, പക്ഷപാതക്കാരൻ. 3 അവൻ യോഗം നടക്കുകയാ. അവിടെ പോയി കസേര പിടിക്കാൻ നോക്കുവല്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു യോഗത്തിൽ ഇരുന്നപ്പോ കസേര ചെയർമാൻ, ഇപ്പറെ ഗസ്റ്റ് സ്പീക്കർ, ഇപ്പറെ സെക്രട്ടറി, ഇപ്പറെ അല്ലാതെ അവിടെ എല്ലാം കസേരയിൽ എഴുതി ഒട്ടിച്ചു വെച്ചിരിക്കുക. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഒട്ടിച്ചില്ല കസേര പിടുത്തക്കാർ വേറെ ഉണ്ട്. ഇവിടെ കഫർനഹൂമിൽ ഒരു 4 പേര് യോഗത്തിന് പോയി കസേര പിടിക്കുകയല്ല അവർ ചെയ്തത്. അവര് പോയത് യോഗ സ്ഥലത്തോട്ടല്ല, അവര് പോയത് തകർന്ന ഒരുത്തന്റെ വീട്ടിലേക്കാ. ഇതുപോലെ ഹാലജന്റെ ലൈറ്റ് ഇട്ട് അവൻ വെള്ളം ഉടുപ്പിട്ട് മിടുക്കാൻ കളിക്കുന്നവിടത്ത് അവൻ നിൽക്കാനല്ല സഭകൾ ഈ ദിവസം തയ്യാറാകേണ്ടത്. അവൻ തകർന്നു കിടക്കുന്ന ചിലര്. എനിക്ക് ഭയങ്കരമായിട്ടൊന്ന് ചാടണം എന്നൊക്കെ തോന്നുന്നുണ്ട്. ഈ ഓർഗണെല്ലാം കൂടെ തലയും കുത്തി എന്റെ മണ്ടയ്ക്ക് വേണ്ടിട്ട് പിന്നെ അവൻ എന്റെ പുറകെ വരാൻ. അതുകൊണ്ടാണ് ഞാൻ ചാടത്തില്ല. എനിക്ക് സന്തോഷമാണ്. ഹല്ലേലൂയ. ആരെന്നാ പറയുന്ന ഒരാളോട് ചോദിച്ചു, എന്തിനാ ഇത്ര അലറി പ്രസംഗിക്കുന്നു? ഞാൻ പറഞ്ഞത് എന്റെ കൊണ്ടല്ലേ, ഇയാൾക്ക് എന്താ കുഴപ്പം? പിന്നെ ഈ മറ്റേ പട്ടി കേട്ട് കുരയ്ക്കുന്ന പട്ടിക്കും കള്ളനെ കണ്ടു കുരയ്ക്കുന്ന പട്ടിക്കും 2 ടോണാണ്. എനിക്ക് അതിൽ കൊണ്ടൊന്നും പറ്റിയാൽ എത്രയേ പറ്റുള്ളൂ. ഹല്ലേലൂയ. നോക്ക്, 4 പേർ ഒരുമിച്ച് കൈ ഓർത്തു. എന്തിന്? ഞാൻ ഈ ദേവദാസന്റെ കയ്യെ പിടിക്കുക, ചേടത്തെ കൈ, ഈ കൈ ഇങ്ങനെ കയ്യെ പിടിക്കുകയാ. 4 പേര് ഒരു കാര്യത്തിൽ ഐക്യബന്ധപ്പെട്ടു. എന്തിനാണെന്നറിയാമോ? അവർ അച്ഛനെ മറിച്ചിട്ട് തോമസിനെ സെക്രട്ടറി ആക്കാനല്ല, തോമസിനെ മറിച്ചിട്ട് അവരെ ട്രസ്റ്റിയാക്കാനല്ല, ഒരു തകർന്നവനെ രക്ഷിക്കാൻ. 4 പേര് ഒരുമിച്ച് കൈവാർത്തു. യേശുവിന്റെ നാമത്തിൽ സഭയുടെ അകത്ത് ഐക്യതയിൽ വരട്ടെ. അപ്പലോസിന്റെ പക്ഷം, കേഫാവിന്റെ പക്ഷം, ലവന്റെ പക്ഷം, ലിവന്റെ പക്ഷം, തോമാച്ചാന്റെ പക്ഷം അവരെ നിർത്താൻ യേശു വിഭാഗിക്കപ്പെട്ടുമോ? സഭകൾ കൈകോർക്കേണ്ടത് ആത്മാക്കൾക്ക് വേണ്ടിയാ. 4 പേര് ഒരുമിച്ച് കൈകോർത്തു. നമുക്ക് ആ തകർന്നവന്റെ വീട് വരെ പോകാം. അടുത്ത പ്രിന്റ് ഔട്ട്, അടുത്ത പ്രിന്റ് വരിക, ഫോട്ടോസ്റ്റാറ്റ് വരിക. ആമേൻ. ഒരു മനുഷ്യന്റെ മാനസാന്തരത്തിനു വേണ്ടി സ്വന്തം വീട് പൊളിച്ചോടാൻ പറഞ്ഞ ഒരു വീട്ടുടമസ്ഥൻ. ഈ കൈബുക്കുമ്പോ നിങ്ങൾ ഓർത്തോണം, 13ഉം 12ഉം വയസ്സുള്ള പിള്ളേർ അപ്പുറത്തെ പറമ്പിൽ ക്രിക്കറ്റ് കളിച്ചിട്ട് ഒരു ബോള് പറമ്പി വീണതിന്റെ പേരിൽ റബ്ബർ പന്ത് വെട്ടിക്കീറിയ പാർട്ടികളൊക്കെ ഉണ്ട് ഇതിനകത്ത്. എന്നെ കുശുമ്പ് പിടിച്ച ആളുകളുണ്ടെന്നറിയോ? 10,000 വീടിന്റെ ചില്ലി പൊട്ടിച്ചാ നിങ്ങൾ ഈ പരിവായത്. പുറത്തെ പറമ്പിൽ 3 പിള്ളേരെ മടലും കൊണ്ട് റബ്ബർ പന്ത് തട്ടിയപ്പോ എന്റെ പറമ്പിൽ വീണെന്ന് പറഞ്ഞ് റബ്ബർ പന്ത്, തേങ്ങ പൊട്ടിക്കാൻ അറിയാൻ മേലാത്ത അമ്മമ്മ ഒറ്റ വീട്ടിനാ റബ്ബർ പന്ത് പൊട്ടിച്ചത്. പിന്നല്ലാതെ നിങ്ങൾ മനപ്പോൾ നിങ്ങൾ ആ ദൂത് എവിടെ വെച്ചൊന്ന് കയറുന്നുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ വല്ലാതെ ഇരിക്കുന്നത്. എനിക്ക് അന്നേരെ മനസ്സിലായി. പിന്നെ എനിക്ക് അതിനൊക്കെ ഉള്ള കൃപയുണ്ട്. ഒരു പാപിമാര് സൗന്ദര്യപ്പെടുന്നു, ഒരു രോഗി സൗഖ്യമാകുന്നു, അവന്റെ കുടുംബം, എന്റെ ബ്രദറെ, എന്റെ വീട് പോട്ടെ. ഞാനൊരിക്കൽ ഒരു വീട്ടിൽ ചെന്നേച്ച്
ചുമ്മാ ഈ സൗഹൃദ സംഭാഷണത്തിനിടയ്ക്ക് ഞാൻ ചോദിച്ചു, ചർച്ചിലെ പ്രയർ നടക്കാറില്ലേ? ആ വീട്ടുകാരൻ പറഞ്ഞു കേൾക്കണം, പക്ഷേ ചർച്ചിലെ പ്രയർ ഞങ്ങളുടെ പഴയ വീടായിരുന്നപ്പോൾ സ്ഥിരം വെച്ചുകൊണ്ടിരുന്നതാ. ഇപ്പൊ ഈ പുതിയ വീട് വെച്ച് പിന്നെ 2 വർഷമായി പ്രാർത്ഥന നടത്തിയിട്ട്. ഞാൻ ചോദിച്ചു അതിനെ പറ്റി ഇപ്പൊ അല്ലേ സൗകര്യം കൂടുതൽ? അന്നേരം പറഞ്ഞു, ആ കിടക്കുന്ന സോഫ 1.5 ലക്ഷത്തിന്റെയാ, സഭയിലെ പിള്ളേർ മുള്ളുവന്നു. ഞാൻ ഇനി ഒരു വാക്ക് പറയാം, അതിയെ പറ്റാന്നറിയാം, എങ്കിലും നിങ്ങൾ എന്നോട് ക്ഷമിച്ചേക്കണം. സാത്താൻ തലേ മുള്ളിയാ കുഴപ്പമില്ല, പിള്ളേർ തെറ്റിയ മുള്ളിയാലാ കുഴപ്പം. ഞാൻ നേരത്തെ അപ്പീൽ എടുത്താച്ചാ പറഞ്ഞു കേട്ടോ, പാസ്സാത്തത് പറഞ്ഞെന്ന് നാളെ പറഞ്ഞേക്കരുത്. അവിടെ വേറെ എന്നാ പറയാനാ? പിശാച് പെരക്കകത്ത് കയറി താണ്ഡവ നൃത്തമാടിയിട്ട് പ്രോബ്ലം ഇല്ല. അവന്റെ 1.25 ലക്ഷം രൂപയുടെ ഒരു സെറ്റി. ഹല്ലേലൂയ. നിങ്ങൾ എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? ആമേൻ. വാഴയുടെ തൂഷണരെ തലേ വെച്ചുകൊണ്ട് 4.5 കിലോമീറ്റർ നടന്ന് ചർച്ചിൽ പോയവരാ ഞങ്ങള്. നിങ്ങൾക്കറിയാവോ, സുഭാഷ് പാസ് കുറെ യാത്ര ചെയ്തിട്ടുണ്ട്. ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് കുറെ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. ഇന്ന് ഞാൻ ആമേൻ ഈ ഉടുപ്പ് ഇങ്ങനെ പുറത്തിട്ട് നടക്കുന്നത് എനിക്ക് ഇൻഷർട്ട് ചെയ്യാൻ അറിയാൻ മേലഞ്ഞിട്ടല്ല, കോട്ട് എന്റെ ദേഹത്ത് കയറി എനിക്ക് ചൊറിയുന്നത് കൊണ്ടല്ല. എന്റെ പഴയ കാലത്തെ ചില ഓർമ്മകളുണ്ട്. ഇതുപോലെ ഒരു ഉടുപ്പിനകത്ത് എന്റെ ബൈബിളും സൺഡേ സ്കൂളിന്റെ പുസ്തകവും കൂടെ അവൻ ഇങ്ങനെ വയറിനകത്തോട്ട് ചേർത്ത് വെച്ച് 4.5 കിലോമീറ്റർ ഞാനും എന്റെ പെങ്ങന്മാരും കൂടെ വാഴയുടെ തൂഷണരെ തല വെച്ചോണ്ട് കുമരകൻ ചന്തക്കവല നടന്ന് കവണാറ്റിങ്ങിലുള്ള ഞങ്ങളുടെ ചർച്ചിലോട്ട് പോകുമ്പോ ഉടുപ്പിന്റെ ബട്ടൺ കഴിച്ച ആരെ അപമാനിക്കുന്നവരെ അവന്മാര് കടയുടെ തിണ്ടെന്ന് വെച്ച് പറയാ, ആണ്ടോ റോട്ടിൽ കൂടെ 3 വാഴ പോകുന്നെന്ന്. എന്റെ പെങ്ങള് എന്റെ മുതുകത്ത് ചൊറിഞ്ഞു വെച്ച് പറഞ്ഞു, അച്ചാച്ചാ നമ്മളോടാ. ഞാൻ പറഞ്ഞു നമ്മളോടല്ല. അവള് പറഞ്ഞു അല്ല പുള്ളി നമുക്കിട്ടാ നോക്കുന്നത്. ഞാൻ പറഞ്ഞു നീ അങ്ങോട്ട് നോക്കിയിട്ടാ. അവള് പിന്നെ പറഞ്ഞു അവരോട് എന്തെങ്കിലും തിരിച്ചു പറ, അവര് നമ്മളോടാ. ഞാൻ എന്റെ പെങ്ങളോടൊന്ന് പറഞ്ഞ വാക്കുണ്ട്, എടി വാഴ തൂഷണരെ കൊണ്ട് പോകുന്നവൻ അമ്മ അതും പിടിച്ചോണ്ട് മറുപടി പറഞ്ഞ ശരിയാകിയല്ല. കാറെ വരുമ്പോ പറയാ, കൈ ഉയർത്തിയ രാമൻ പറയാമോ? കാറെ വരുമ്പോ പറയാ എന്റെ ദൈവം വിശ്വസ്തനാണ്. ആ കരമൊന്ന് ഉയർത്തി. ഹല്ലേലൂയ. വീട് പൊളിയട്ടെ. എന്തിന്? ഒരാത്മാവിന്. ഓ വീടും വയലും തോട്ടവുമെല്ലാം നേടുവാനുള്ള സമയമിതല്ല. കാടും മലയും അവലോടോടി നേടുക നീ. ഹല്ലേലൂയ. പോട്ടെ, സ്വന്തം വീട് പൊളിഞ്ഞോട്ടെ എന്ന് പറയുന്ന ഒരു വീട്ടുടമസ്ഥൻ. അടുത്ത പ്രിന്റ് പറയാം, വീടിനകത്ത് നിൽക്കുന്ന യേശു. അടുത്ത വാക്കൂടെ പറഞ്ഞിട്ട് ഗൗരവം പറഞ്ഞ് പ്രാർത്ഥിക്കാം. വിമർശിക്കുന്ന ശാസ്ത്രിമാർ, ഇതൊക്കെ എല്ലായിടത്തും ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രത്യേകത കേൾക്കണോ? തേറ്റപ്പല്ലുള്ള സിംഹവും ഒന്നിനും കഴിവില്ലാത്ത മാനും കൂടെ ഒരു കാട്ടിലാണ് താമസിക്കുന്നത്. ഇതൊക്കെ ആരോടും പറയാം. ഇന്ന് വരെ ഏതെങ്കിലും ഒരു മാൻ വില്ലേജ് ഓഫീസിൽ കൊണ്ട് പരാതി കൊടുത്തിട്ടുണ്ടോ? സിംഹമുള്ളതുകൊണ്ട് എനിക്കിവിടെ നിൽക്കാൻ പറ്റുകയില്ലെന്ന്. ദൈവം വിശ്വസ്തനാണ്. സിംഹമുള്ള കാട്ടിൽ മാനെയും പരിപാലിക്കാൻ ദൈവത്തിന് അറിയാവുന്ന. വിമർശിക്കുന്നവൻ വിമർശിക്കട്ടെ, അതിന്റെ ഇടയിൽ കൂടെ നീ കർത്താവിന്റെ വേല ചെയ്യേ. അവൻ എത്ര പേരെ കരമുയർത്തി അവൻ പറയുമ്പോ അവൻ വിമർശിക്കട്ടെ. അത് അവരുടെ അഭിഷേകം. ഞാൻ എപ്പോഴും പറയും, ഈ ക്രിസ്ത്യാനിറ്റിക്കകത്ത് ഒരു മാജിക്കും ഇല്ല. ഇതിനകത്ത് ആകെ ഉള്ളൊരു മാജിക്ക് വരുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന വിടുതലിനെ ഓർത്ത് ഇന്നത്തെ കഷ്ടങ്ങളെ അവഗണിക്കുന്ന ജീവിതത്തിന്റെ പേരാണ് ക്രിസ്ത്യാനിറ്റി. അത് പറഞ്ഞ് നമ്മുടെ സന്തോഷം വരുന്നില്ല. നമ്മുടെ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങാപ്പുറത്ത് വീട്ടിൽ അച്ഛൻ്റെ തല തേങ്ങ വീഴണം, അയാളുടെ വണ്ടി മറിയണം, അയാളുടെ കാര്യം 3 ആൾ പൊടിയണം, അപ്പൊ ദൈവത്തിന് എന്നോട് സ്നേഹമുണ്ടെന്ന് എനിക്ക് മനസ്സിലാകും. അത് നിന്റെ തലയുടെ പ്രശ്നമാണ്. ഹല്ലേലൂയ. അയാളുടെ സന്തോഷത്തോടെ ഇരിക്കട്ടെ. പ്രൈസ് ഗോഡ്. അയാളുടെ ഇടയ്ക്കൊന്ന് കണ്ണു തുറച്ച് നോക്കുമ്പോഴേ നമുക്ക് ജീവിക്കാനുള്ള ധൈര്യം കിട്ടുന്നത്. 2 ചെടി പെട്ടെന്ന് പറഞ്ഞ് ദൂതി കയറുവാണ്. 2 ചെടി അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നു. 2 ചെടിയിലും നല്ല പൂവുണ്ടായി. കണ്ടവരെല്ലാം വാവു എന്ന് പറഞ്ഞു. അന്നേരേ ചെടി ഓർത്തോണം, അടുത്ത മാസം ഈ വാവു ഇല്ല. നിങ്ങളുടെ സ്വോത്രം ഇല്ലെങ്കിൽ ഒന്ന് ചിരിക്കും. എങ്ങനെ ചെയ്യാതെങ്കിലും
വൗ ചെറിയ വൗ കേൾക്കുമ്പോ അങ്ങ് പോവും. ഹല്ലേലൂയ. പിറ്റേ മാസം ഇത് പോകുന്ന. അതുകൊണ്ട് ഈ വൗവിന് വലിയ വില കൊടുക്കുക ആവശ്യമില്ലാത്ത വൗവിനെല്ലാം വില കൊടുത്തതായി ഈ പ്രശ്നമെല്ലാം ഉണ്ടായത്. 2 ചെടിയുടെയും പൂ കൊഴിഞ്ഞു പോയി. ഒരു ചെടിക്ക് ഡിപ്രഷനായി, ഒരു ചെടിക്ക് ആൻസൈറ്റി ആയി, ഒരു ചെടി ഉണങ്ങാൻ തുടങ്ങി, ഒരു ചെടിക്ക് വിശപ്പില്ല, ഒരു ചെടി യോഗത്തിന് പോകില്ല, ഒരു ചെടി നിന്ന് കരയുമ്പോൾ മറ്റേ ചെടി നിന്ന് സന്തോഷിക്കുക. അപ്പൊ ഒരാൾ ചെന്നിച്ച് ആ ഡിപ്രഷനുള്ള ചെടിയോട് ചോദിച്ചു, നിനക്ക് എന്താ പറ്റിയ? നീ പൂ പോയി എന്ന് പറഞ്ഞു. അന്നേരം മറ്റേ ചെടി, നിന്റെയും പൂ പോയല്ലോ, നിനക്ക് എന്താ ടെൻഷൻ ഇല്ലാത്ത? ആ ചെടി പറഞ്ഞ് കേൾക്കണോ, ഞാൻ പോയ പൂവിനെ കുറിച്ച് കരയല്ല, അടുത്ത പൂ ഉണ്ടാക്കാനുള്ള തിരക്കിലാണ്. ഹല്ലേലൂയ. ചിന്തകളെ വഴിതിരിച്ചു വിടുക. യേശു വരാനായി. മനസ്സിനെ വഴിതിരിച്ചു വിട്. പോട്ടെ. കഫർനഹൂം 2 ദൂതുകൾ പറയാം. ഇതുകൂടെ ദൂത് പറഞ്ഞ് നിർത്താൻ പോകും, അത്രേ ഉള്ളൂ. 2 ദൂതുകൾ പറയാം. ഒന്ന്, ഒരു ശതാധിപന്റെ പട്ടണം കഫർനഹൂം. എന്താ അയാളുടെ പ്രത്യേകത? അയാളുടെ ദാസന ദീനമായി. ഒന്ന് എല്ലാവരും ദാസന ദീനമായി കിടക്കുന്നു. അയാൾ ഓടിച്ച യേശുവോട് പറയുകയാ, എന്റെ ദാസന ദീനമായി കിടക്കുന്നു പറഞ്ഞപ്പോൾ അവൻ നാട്ടുകാർ മൊത്തം ഇളകി വെച്ച് പറഞ്ഞു, അവൻ യോഗ്യൻ. ആര്? അയാള് യോഗ്യൻ. ആര്? ശതാധിപൻ യോഗ്യൻ. അവൻ യേശു അവർക്ക് തന്നു. നോക്കി അവർ പറഞ്ഞ മറുപടി കേൾക്കണോ? അവൻ ശ്രദ്ധിക്കോ, അവൻ ഞങ്ങൾക്കൊരു പള്ളി ഉണ്ടാക്കി തന്നു. അവൻ ഞങ്ങൾക്കൊരു പള്ളി ഉണ്ടാക്കി തന്നു. അതുകൊണ്ട് അവൻ യോഗ്യൻ. അപ്പോ ചുങ്കത്ത് യോഗ്യനാകാനുള്ള ഏറ്റവും നല്ല മാർഗം പള്ളിയിലോട്ട് 24 ഫാൻ മേടിച്ചു കൊടുക്കുക, ഓർഫനേജിലേക്ക് 8 കരി മേടിച്ചു കൊടുക്കുക, അതുപോലെ നാടൻ ഏത്തക്കൊല 25 പാസ് കൊണ്ട് കൊടുക്കുക. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ യോഗ്യനാകാനുള്ള മാർഗം. യേശുവിന് ആരെ അറിയാവുന്ന ഒരു യോഗ്യൻ യേശുവാണ്. എന്റെ ദൈവമേ, ഒരു ആമേൻ പറ. യേശുവിനെ കുഞ്ഞാട് നീ യോഗ്യൻ. യേശുവിനെ ആകെ അറിയാവുന്ന ഒരു യോഗ്യൻ യേശുവാ. എന്നാൽ മറ്റേ യോഗ്യനെ ഒന്ന് കണ്ടുകളയാൻ തോർത്ത് യേശു അവന്റെ വീട്ടിലോട്ട് ചെന്നപ്പോൾ അവൻ ഓടി വന്ന് യേശുവിന്റെ കാലെ പിടിച്ചോണ്ട് പറയുകയാ, ഞാൻ നാട്ടിലാണോ യോഗ്യനാ, പക്ഷെ നീ എന്റെ പേരക്കകത്ത് വരാൻ ഞാൻ അയോഗ്യനാണ്. ആ കാലം ഉയർത്തി ഒരു ഹല്ലേലൂയ. എന്താ അതിന്റെ അർത്ഥം? ചുങ്കംകാര്, കോട്ടയംകാര്, താഴ്ത്തങ്ങാടിക്കാര്, കുമരകംകാര്, മെഡിക്കൽ കോളേജിലുള്ളവരെ കളിപ്പിക്കുന്ന യോഗ്യത പോരാ കർത്താവിന്റെ മുമ്പിൽ നിൽക്കാൻ. നമ്മുടെ നാടിന്റെ പ്രത്യേകത തന്നെ അക്കോബയുടെ 2 വെള്ള ചുടിദാറും ലിനന്റെ 2 വെള്ള ഷർട്ടും ഉണ്ടെങ്കിൽ ആർക്കും വിശുദ്ധനാകാവുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. തമ്പുരാന്റെ മുമ്പിൽ നടക്കുകയില്ല. അവൻ സമുദ്രത്തിന്റെ അറ്റത്ത് പോയാൽ അവിടെ, പാതാളത്തിൽ പോയാൽ അവിടെ, അത്തിയുടെ മേളിരിക്കുന്ന സക്കായിയെ പിടിക്കും, അത്തിയുടെ താഴെ ഇരിക്കുന്ന മദനയല്ല പിടിക്കും. സ്തോത്രം പറഞ്ഞു സ്തോത്രകാഴ്ച മുക്കിയ അനന്യാസിനെ പൊക്കും. ഗലീല കടലിൽ അടിക്കൂടെ പോകുന്ന നീണ്ട വായിലെ സമുദ്രമ പണം അവൻ കരക്കുമെന്ന് വേണ്ടു. അവൻ നാട്ടുകാരെ, നിന്റെ യോഗ്യത യേശുവിന്റെ മുമ്പിൽ ചെലവാകില്ല. അതിന്റെ അർത്ഥം എന്നാ? മനുഷ്യന്റെ മുഖം മൂടി കൊണ്ട് യേശുവിന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റുകയില്ല. കയ്യത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി മാനസാന്തരപ്പെടുക. ഒരു വാക്കും കൂടെ ഞാൻ പറയാം. നിക്കോദിമോസ് യേശുവിന്റെ അടുത്ത് എന്ന് പറഞ്ഞു, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? കർത്താവെ, നിങ്ങൾ എല്ലാവരും കേട്ടിരിക്കുന്നത്, പ്ലീസ് നാളെ യോഗമില്ലല്ലോ, ഉള്ള ഓർത്ത ഇന്ന് അടിച്ചു പോകും. അത് വെറുതെ വെച്ചു നശിപ്പിച്ച് കളയാതെ. നിക്കോദിമോസ് യേശുവിനടുത്ത്, കർത്താവേ, നീ പിതാവിന്റെ അടുക്കൽ നിന്ന് സ്ഥാനാപതിയായി വന്നിരിക്കുന്നു എന്നും പിതാവ് നിന്നോടുകൂടെ ഇല്ലെങ്കിൽ ഇക്കണ്ട അത്ഭുതങ്ങളൊന്നും നിനക്ക് ചെയ്യാൻ പറ്റില്ല എന്നും ഞാൻ അറിയുന്നു. നമ്മുടെ പിള്ളേരുടെ ഭാഷയെ പറഞ്ഞാൽ യേശുവിനെ തള്ളി മറിക്കുകയാണ് നിക്കോദിമോസ്. നിക്കോദിമോസിന്റെ കണ്ണി നോക്കിയ ചേച്ചി പറഞ്ഞു, വീണ്ടും ജനിച്ചില്ല എങ്കിൽ ഞാൻ നിന്നെ അടിച്ചതിനകത്ത് കയറ്റുകയില്ല. നിങ്ങൾക്ക് ചോദ്യം ഉത്തരം പോയ പോക്ക് കണ്ടോ? ചോദ്യം പോയത് കിഴക്കോട്ട്, ഉത്തരം പോയത് പടിഞ്ഞാറോട്ട്. കുമരകത്ത് ചെവി കേൾക്കാൻ മേലാത്ത 2 അച്ചായന്മാരുണ്ട്. ഒരച്ചായൻ മീനും മേടിച്ചുകൊണ്ട് ചന്തയിൽ നിന്ന് വരുന്നു, വേറൊരച്ചായൻ ചന്തയിലോട്ട് പോകണം. ചന്തയിലോട്ട് പോകുന്ന അച്ചായൻ ചന്തയിൽ നിന്ന് വരുന്ന അച്ചായോട് ചോദിക്കുന്നു, ചന്തയിൽ മത്തി അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ചന്തയിൽ നിന്ന് വരുന്ന അച്ചായന്റെ മറുപടി, ഇത്തോണെ ആമ ഇച്ചിരി പുളി കൂടുതലായതുകൊണ്ടാണ് നെല്ലിന്റെ ഇല പഴുക്കുന്നത്, അതുകൊണ്ട് യൂറിയ കൂട്ടിയിട്ടാൽ മതിയെന്ന്.
പുള്ളി ചോദിച്ചു അയിലക്ക് എന്താ വില? പുള്ളി പറഞ്ഞു യൂറിയ മേടിക്കാൻ പോകണ്ട, നീതികക്ക ഇട്ടാലും ശരിയാവുമെന്ന്. ഇയാള് പറഞ്ഞത് മീനിന്റെ കാര്യം, അയാള് പറഞ്ഞത് കൃഷിയുടെ കാര്യം. നിക്കോദേമോസ് പറഞ്ഞത് കിഴക്കോട്ട്, യേശു പറഞ്ഞത് പടിഞ്ഞാറോട്ട്. അവൻ നിക്കോദേമോസ് യേശുവിനെ കുറിച്ച് പൊങ്ങച്ചം പറഞ്ഞപ്പോ യേശു പറഞ്ഞു, എടാ വീണ്ടും ജനിച്ചില്ല, ഞാൻ നിന്നെ അടിച്ചതിനകത്ത് കയറ്റിയില്ല, എന്റെ നാട്ടുകാരെ എന്നെ കേട്ടു പോകും, നാളെ പോയില്ല എന്നെ കേട്ടു പോകും. ആമേ, വീണ്ടും ജനിച്ചില്ല, ഞാൻ നിന്നെ കേട്ടിയതാണ്. ആമേ, അതിന്റെ അർത്ഥം എന്നാ? സ്വർഗത്തിൽ കയറാനുള്ള ഏക മാർഗം വീണ്ടും ജനം. ഇനി ആരായി നിക്കോദേമോസ് എന്ന് പറയാം? ശ്രദ്ധിച്ചു കേട്ടോണം, എനിക്ക് പറയാൻ നേരമില്ല പാസ്റ്ററെ, ഞാൻ വൃത്തിയായിട്ട് പറയാൻ പറ്റുന്നു. യേശുവിന്റെ ഡെഡ് ബോഡി ക്രൂശിൽ നിറക്കാനുള്ള ആളായത്. യേശുവിന്റെ ഡെഡ് ബോഡി ക്രൂശിൽ നിറക്കാനുള്ള ആളാ. ഒറ്റവാക്കി പറഞ്ഞ യേശുവിന്റെ ബോഡി ചുമക്കാനുള്ള ആളാ. യേശുവിന്റെ ബോഡി എടുത്തവനോടാ, എടുക്കാനുള്ളവനാണ് യേശു പറഞ്ഞത്. എന്റെ ശരീരം ചുമന്നാലും സ്വർഗത്തിൽ കയറാൻ പറ്റിയല്ല. സ്വർഗത്തിൽ കയറണേ മാനസാന്തരപ്പെടണമെന്ന്. അയ്യോ നാട്ടുകാരെ, പള്ളിലോട്ട് വെള്ളിക്കുരിശ് പഠിപ്പിച്ചു കൊടുത്ത് സ്വർഗത്തിൽ കയറാൻ പറ്റുകയല്ല. ഓർഫനേജിൽ 400 ഉടുപ്പ് മേടിച്ചു കൊടുത്ത് മനുഷ്യന്റെ നീതി പ്രവൃത്തി കുടിപോലെയാണ്. ഇന്ന് രാത്രിയിൽ മാനസാന്തരപ്പെടുക. ഇനി കബർനഹൂമിനെ കുറിച്ചുള്ള രണ്ടാമത്തെ തോത്. നീയോ കബർനഹൂമേ, സ്വർഗത്തോട് ഉയർന്നിരുന്നാലും നീ പാതാളത്തോളം താഴ്ത്തപ്പെടാം. അടുത്ത വാക്ക്, അവൻ മാനസാന്തരപ്പെടാകിയാൽ അവനവരെ ശാസിച്ചു തുടങ്ങി. ലോകത്തിലെ രണ്ടാമത്തെ പട്ടണം ലോസ് ഏഞ്ചൽസ് നിന്ന് കത്തുന്നു, റോൾസ് റോയ്സ് നിന്ന് കത്തുന്നു, BMW നിന്ന് കത്തുന്നു, വില കൂടിയ വാഹനങ്ങളെല്ലാം നിന്ന് കത്തുന്നു. മില്യൺ ട്രില്യൺ വിലയോടെ വീട് ഉപേക്ഷിച്ച് പ്രാണവായുവിന് വേണ്ടി അവർ ഓടുന്നു. ആര്? ബോളിവുഡിന്റെ നേതാക്കന്മാർ, നായകന്മാർ. ചൂതാട്ടം, വ്യഭിചാരത്തിന്റെ കേന്ദ്രം, പാപത്തിന്റെ അരങ്ങ് തൊട്ട് നിന്ന് കത്തുകയാ. ഞാൻ ചുങ്കത്തോട് ദൂത് പറയാം, എടാ ദൈവം കത്തിക്കാൻ തീരുമാനിച്ച ഒരുത്തരും കരുത്താൻ പറ്റുകയില്ല. എന്താ കഫർനഹൂം? മാനസാന്തരമില്ല. നാട്ടിൽ വലിയ മിടുക്കന്മാര് കളിച്ച് വീടിന്റെ മുറ്റത്ത് 3 കാറ് വിട്ട് പൊങ്ങച്ചം പറഞ്ഞ് 4200 സ്ക്വയർ ഫീറ്റിന്റെ വീട്, സെമി വെട്ടിപ്പേട് കടപ്പാക്കാട് ഗ്രാനൈറ്റ് എല്ലാം കൂടെ അടിച്ചുരുട്ടി. നിങ്ങൾക്കറിയാവോ, നയാഗ്ര വെള്ളച്ചാട്ടത്തിന് മേളിൽ കൂടെ കയറി കെട്ടി നടന്നൊരു ബാലൻസ് അഭ്യാസ പ്രകടനക്കാരനുണ്ട്. ലോകത്തിലെ 10,000-കണക്കിന് TV ചാനലുകൾ ശ്വാസമടക്കി നിൽക്കുമ്പോൾ അയാൾ നയാഗ്ര വെള്ളച്ചാട്ടത്തിന് മേളിൽ കൂടി കയറി വന്നു. പക്ഷെ അയാളുടെ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ടോ? അയാൾ മരിച്ചെങ്ങനെയോ സ്വന്തം വീടിന്റെ വാതിൽപ്പടിയെ തട്ടി കവന്ന് വീട് നിലത്തടിച്ചാ ചത്തത്. നിങ്ങൾ കേട്ടില്ല? കയറെ കൂടെ നടക്കാം, സ്വന്തം വീടിന്റെ തിണ്ണെ കൂടെ നടക്കാൻ അറിയാൻ പറ്റുന്ന മനുഷ്യ, നീ ബലഹീന ജീവിയാണ്. നിന്റെ ജീവിതം നിഴല് പോലെയാ. നാളെ ഇല്ല. ഈ പാവപ്പെട്ട ദൈവദാസന്മാര് ഇല്ലാത്ത പണം മുടക്കി ഓരം വെച്ചത് നീ നശിച്ചു പോകാതിരിക്കാനാ. ഇന്ന് രാത്രി വിളിച്ചു വരാ, യേശുവേ ഞാനൊരു പാപിയാണെന്ന് പറഞ്ഞ് ഇന്ന് രാത്രി മാനസാന്തരപ്പെടാൻ നോക്ക്. അഹങ്കാരങ്ങൾ മാറ്റിവെച്ചേ. ഒരു വാക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കാം. എനിക്ക് ഫിംഗർ താക്കട്ടെ. 4 പേര് ചെന്ന വിസർജ്യങ്ങൾക്കിടയിൽ നിന്ന് നാറുന്നൊരു ചെറുപ്പക്കാരനെ കോരിയെടുത്തു. ഞാൻ പെട്ടെന്ന് നിർത്താവേ. ഒരു തലമുറ ഒരു വീടിന്റെ സ്വപ്നമല്ലേ. എനിക്ക് 2 മക്കളുണ്ട്. നിങ്ങൾ ഓർക്കുന്നില്ലേ? ഏതോ ഹോസ്പിറ്റലിന്റെ ലേബർ റൂമിന്റെ വാതിക്കൽ ഒരു സ്റ്റെറിലൈസ്ഡ് വെള്ളട്ടിറക്കിക്കകത്ത് എലി കുഞ്ഞു പോലത്തെ ഒരു കൊച്ചിനെ നേഴ്സ് പൊതിഞ്ഞുകൊണ്ട് കാണിച്ചത് ഓർക്കുന്നില്ലേ? കരയാൻ പിച്ചവിട്ടി കരയുന്ന ഒരു കൊച്ചിനെ. ചോരത്തുടുത്ത് നിൽക്കുന്ന തൂക്കം 2 കിലോ 800, 3 കിലോ 300, 1 800, 1 850. 2 കിലോ തൂക്കത്തിനകത്ത് 2 കോടി സ്വപ്നങ്ങളാണ്. അതാണ് ബാന്ധവം. എന്റെ മോൾ പഠിക്കുന്ന വേറൊരു രാജ്യത്താണ്. അവളെ എയർപോർട്ടിൽ കൊണ്ട് വിട്ടിട്ട് ഒരാഴ്ച ഞാനും എന്റെ ഭാര്യയും കൂടെ കരഞ്ഞു. ആ ബന്ധത്തിന്റെ ആഴം ഞങ്ങൾക്ക് മനസ്സിലായത് അവള് ഞങ്ങളുടെ അടുത്ത് നിന്ന് പഠിക്കാൻ പോയപ്പോഴാ. 2 പേർക്കും ഭക്ഷണം വേണ്ട, 2 പേർക്കും വെള്ളം കുടിക്കാൻ വേണ്ട, സന്തോഷത്തോടെ ചിരിക്കാൻ പറ്റുന്നില്ല. എന്റെ വീട് ഒരാഴ്ച ഭയങ്കര മൂകമായി. ഓ,
അന്നാണ് തലമുറകളുള്ള നമ്മുടെ ബന്ധത്തിന്റെ ആഴം എനിക്ക് മനസ്സിലായത്. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിലെ അപ്പായ്ക്ക് നമ്മളോടുള്ള ബന്ധം എന്നായിരിക്കല്ലേ? അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. പോട്ടെ, 4 പേരോട് ചെന്ന് ഞാൻ പെട്ടെന്ന് നിർത്താം. എനിക്ക് രാത്രി 10 മണിക്ക് ഇനിയും പറയാനുള്ളതാ. ഓടിച്ചെന്ന് ആ വിസർജ്യങ്ങളുടെ അരൂക്ഷ ഗന്ധത്തിന്റെ ഇടയ്ക്കുന്ന് അവനെ എടുക്കാൻ വേണ്ടി തുനിഞ്ഞപ്പോ വീട്ടുകാരോട് ചോദിച്ചു, ഇവനെ ഒന്ന് യേശുവിന്റെ അടുത്ത് കൊണ്ടുപോട്ടെ. സഭയുടെ ഒന്നും പേര് പറഞ്ഞു കാണില്ല. ചച്ചക്കോടി കൊണ്ടുപോട്ടെ, IPC കൊണ്ടുപോട്ടെ, AG കൊണ്ടുപോട്ടെ, അല്ല അവിടെ കൊണ്ടുപോട്ടെ, ഈവനിങ് ലൈറ്റിൽ കൊണ്ടുപോട്ടെ, മോർണിംഗ് സ്റ്റാറിൽ കൊണ്ടുപോട്ടെ, യേശുവിന്റെ അടുത്ത് കൊണ്ടുപോട്ടെ എന്നാ ചോദിച്ചത്. അത് നല്ല നല്ല ചോദ്യമാട്ടോ, അടിപൊളി. ആ വീട്ടിൽ അമ്മാമ്മ പറഞ്ഞ മറുപടി കേൾക്കണം. എവിടെ വേണേലും കൊണ്ടുപോകും, പക്ഷെ അറ്റ്ലീസ്റ്റ് കൊണ്ടുപോകുന്നത് പോലെയെങ്കിലും തിരിച്ചിവിടെ കൊണ്ട് കിടത്തിയേക്കണം. കാര്യം പ്രതീക്ഷ തുരുമ്പടിച്ചു പോയൊരു വീട്. പക്ഷെ വീട്ടുകാരുടെ സ്വപ്നം തകർന്നാലും വിശ്വസിക്കുന്നവന്റെ സ്വപ്നം തകരുകയാണ്. ഓ മൈ ഗാഡ്. 4 പേരും കൂടെ അവനെ എടുത്തു. ഈ എടുത്ത 4 പേര് 4 സുവിശേഷമാണെങ്കിൽ നന്നായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുക. ഏത് തകർന്നെയും വാരിയെടുക്കാൻ സുവിശേഷത്തിന് കഴിയും. ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല, മതമില്ല. അവനെ ചുമന്നുകൊണ്ട് പുഴുത്തവനെ, തകർന്നവനെ, ഉടഞ്ഞവനെ ചുമന്നുകൊണ്ട് യേശു നിൽക്കുന്ന വീടിന്റെ മുറ്റത്ത് വന്നു. യേശു വഴി ഉണ്ടാക്കി കൊടുത്തോ? നോ. യേശുവിനോട് ഞാൻ ചോദിച്ചു, അങ്ങ് സാഡിസ്റ്റ് ആണോ? വൈ? എന്തുകൊണ്ട് അവരുടെ കാര്യത്തിൽ ഇടപെടാൻ? യേശു പറഞ്ഞു, വിശ്വസിക്കുന്നവന് വേണ്ടി വഴി തനിയെ തുറക്കും. ഇനി നിർത്താൻ പോവാ. അവര് 4 പേരോട് ഒരു തീരുമാനം എടുത്തു, ഈ വീട് പൊളിക്കാം. ഒരു 2 മിനിറ്റ് ഇരിക്കാവോ? വീട് പൊളിക്കാം. വീടിന്റെ ഉടമസ്ഥൻ പറഞ്ഞു, യെസ് ഐ ആം റെഡി, വീട് പൊളിക്കാം. പക്ഷേ ലേവ്യ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 44 മുതലുള്ള വാക്കുകൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. ഒരു വീട് ചുങ്കത്തും വാരിശ്ശേരിലും മെഡിക്കൽ കോളേജിലും വീട് പൊളിക്കുന്ന പോലെ അച്ചായന്റെ ലോൺ കിട്ടുമ്പോഴും അമ്മാമ്മയ്ക്ക് സാലറി കൂടുമ്പോഴും പലസ്തീൻ നാട്ടിലെ വീട് പൊളിക്കാൻ പറ്റുകയില്ല. അവിടെ വീട് പൊളിയണമെങ്കിൽ വീടിന് കുഷ്ഠം വേണം. ജോമൻ പാസ്റ്റർ കണ്ടോ വാക്യം? 44-ാമത്തെ വാക്യം കണ്ടോ? ഒരു വാക്കൊന്ന് വായിച്ചേച്ച. വടു വീട്ടിൽ പരന്നിരുന്നാൽ അത് വീടിനുണ്ടാകുന്ന കുഷ്ഠം. ഇതുപോലെ വീടിന്റെ ഭിത്തിയിൽ ഒരു വടു കണ്ടാൽ വീട്ടിലെ കമ്പിപ്പാലെടുത്ത് കുത്തിപ്പൊളിക്കരുത്. പുരോഹിതനോട് പറയണം. ആ മനുഷ്യൻ വന്ന് നോക്കിയേച്ച് ആ വടു ചുരണ്ടി വെച്ച് ആ മനുഷ്യനെ ഐഡന്റിഫൈ ചെയ്യും, ഇത് വീടിന് കുഷ്ഠം. അടുത്ത നടപടി വീട് പൊളിക്കണം. പൊളിച്ചിട്ടോ ആ വീടിന്റെ കല്ലിട്ട് അപ്പുറത്തെ പറമ്പ് പോക്കരുത്. ആ വീട്ടിലെ കല്ലിട്ട് പഴയ പൊട്ടക്കിണർ മൂടരുത്. ആ വീടിന്റെ മുഴുവൻ സാധനങ്ങളും ഔട്ട് ഓഫ് ദ സിറ്റി, പട്ടണത്തിന്റെ പുറത്തു കൊണ്ടുപോയി കത്തിക്കണം. എന്നാൽ ഈ വീട് പൊളിഞ്ഞത് കുഷ്ഠം ഉണ്ടായിട്ടല്ല, മറ്റൊരുത്തന്റെ ഗതികേട് മാറ്റാൻ വേണ്ടി പൊളിഞ്ഞതാ. ഞാനിന്ന് രാത്രി പറയാൻ പോണ ദൂത് കേട്ടോണം. സ്വന്തം ശരീരത്തിൽ കുഷ്ഠമില്ലാതിരുന്നിട്ടും, താൻ തെറ്റ് ചെയ്യാതിരുന്നിട്ടും, താൻ പാപി അല്ലാതിരുന്നിട്ടും യേശുവിന്റെ മന്ദിരം പൊളിഞ്ഞത് നമ്മുടെ പാപത്തിന് വേണ്ടിയാ. ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാമോ? ഇന്ന് രാത്രി പാപം ചെയ്യാതെ പൊളിഞ്ഞ ഒരു വീടിനെ ഞാൻ ഇവിടെ ഉയർത്തുകയാ. ആ വീടിന്റെ യേശുവാണ്. അതാ യേശു പറഞ്ഞെന്റെ മന്ദിരം പൊളിക്കുക, ഞാൻ 3 നാൾ കൊണ്ട് അതിനെ പണിയാ. എന്റെ നാട്ടുകാര് പാപമറിയാതിരുന്നിട്ട് ഒരു പാപിയെ പോലെ അവൻ ആക്രമിക്കപ്പെട്ടത് നിന്റെ പാപത്തിന് വേണ്ടിയാ. ഒരുമിച്ചൊന്ന് കണ്ണടച്ചിട്ട് പ്രാർത്ഥിച്ച് ക്രൂശിന്മേൽ കാണ
സ്നേഹത്തെ എത്ര തള്ളിഞ്ഞ ഈ മഹാ പാപത്തെ എന്റെ യേശുവേ ഓർക്കല്ലേ. ഇനി പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ യേശുവിൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്തവരുണ്ടോ? പാപത്തെ പച്ചവെള്ളം പോലെ കുടിക്കുന്നു. സ്നാനം സത്യമാണെന്ന് അറിഞ്ഞിട്ടും അകന്നു നടക്കുന്നവരുണ്ടോ? രക്ഷിക്കപ്പെട്ടിട്ടും ദൈവത്തെ മറന്ന് പിന്മാറ്റത്തിന്റെ വഴിയിൽ നടക്കുന്നവരുണ്ടോ? This is the time. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി പൊളിയപ്പെട്ട വീട്, നിനക്ക് വേണ്ടി തകർക്കപ്പെട്ട വീട്, നിന്മാരോട് ചേരട്ടെ ഞാൻ യേശുനാഥ. ഇന്നേരം നീയാണെന്നെല്ലാമെല്ലാം യേശുനാഥ. എൻ പിതാവ് ഞാനകന്നാലും നീ അകലില്ല. ഞാൻ മറന്നിട്ട് സ്നേഹിച്ചു നീ. ഞാനകന്നാലും നീ അകലില്ല. ഞാൻ മറന്നിട്ട് സ്നേഹിച്ചു നീ. ഇന്ന് രാത്രി അപ്പായേ എനിക്ക് നിന്നെ വേണമെന്ന് പറയാം. വീട്ടിൽ ശാപം, വീട്ടിൽ രോഗം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, ആ തകർക്കപ്പെട്ട, ഞങ്ങൾക്ക് വേണ്ടി പൊളിക്കപ്പെട്ട യേശുവിന്റെ ശരീരത്തിൽ ഞങ്ങൾ ഉയർത്തി. ഇവരുടെ പേരത് പാപബോധവും വിടുതലുമായി മാറണമേ. പ്രാർത്ഥിച്ച് ഞാൻ ഈ ജനത്തെ ബ്ലസ് ചെയ്യുന്നു. ഈ കൺവെൻഷൻ യേശുവിന്റെ വരവോളം നിൽക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ഇരുന്നിട്ട് God bless you.